എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയധികം പ്രാധാന്യം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, അങ്ങനെ ആദർശും ജയനും ആ സത്യങ്ങളൊക്കെ അറിയാണ്. ഡോക്ടർ ആ കാര്യങ്ങളൊക്കെ പറയാണ്. കാരണം ബ്ലഡ് മാറ്റി വെച്ചെന്ന് പറഞ്ഞാലും ഒരു രണ്ടാഴ്ചത്തേക്ക് ദേവേനിക്ക് അനങ്ങാനോ ഒന്നിനും സാധിക്കില്ല. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കാന്നൊക്കെ പറയണം. അല്ല ഡോക്ടറെ, അപ്പൊ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ വീട്ടിൽ പോകാനൊക്കെ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. അതും നമുക്ക് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ രണ്ടാഴ്ച ആയിരിക്കും, ചിലപ്പോൾ മൂന്നാഴ്ച ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാണ്ട് സാധിക്കില്ല. രോഗി എത്രയും പെട്ടെന്ന് സുഖമാകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും അവർ പെട്ടെന്ന് റിക്കവർ ആയിട്ട് വരുന്നേ. ഇപ്പം നിങ്ങളുടെ ഭാര്യയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, ലോ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റിക്കവർ ആകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ആകെപ്പാടെ തകർന്ന മനസ്സോട് വിട്ടാണ് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പം ആദർശ് പറഞ്ഞു, എന്നാലും ഇത് ആരായിരിക്കും വെച്ചാൽ ചെയ്തതെന്ന് ചോദിക്കാം. ജയൻ പറഞ്ഞു, എനിക്കും അറിയില്ല മോനെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇത് വെറുതെ ആരും ചെയ്തല്ല, ആരോ കരുതി കൂട്ടി കാര്യമായിട്ട് ചെയ്താന്ന് പറയണം. ഇതിന്റെ ആദർശമാണ് ശരിയാ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണല്ലോ എനിക്ക് സംശയമുണ്ട് ചിലരെയൊക്കെ എന്നൊക്കെ പറയണം. അല്ല, നിനക്ക് ആരെയാ സംശയം എന്ന് ചോദിക്കാം. അത് പിന്നെ മറ്റാരെയല്ല സംശയം, ഏറ്റവും ആദ്യം സംശയം വരുന്നേ അബീനെ അപ്പച്ചീനെയാന്ന് പറയണേ. കാരണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവരല്ലേ ചെയ്യുള്ളൂ. ഒരു പക്ഷേങ്കില് നവ്യയ്ക്ക് വേണ്ടി കാച്ചു വെച്ച പാലാന്നാ പറയണേ. അപ്പൊ അതിനകത്ത് ആ വിഷം ചെന്നിട്ടുണ്ടെങ്കിൽ ആ പാല് നവ്യ കുടിച്ചു കഴിയുമ്പോ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകാനായിരിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്തേ. അത് ശരിയാ നീ പറയണേ. പക്ഷേങ്കില് അവരൊന്നും ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അതോടൊപ്പം തന്നെ അനാമികയുടെ അമ്മ. കാരണം അവർ വന്നപ്പോൾ തൊട്ട് എനിക്ക് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടായി. അവർ കയറി വന്നപ്പോൾ തൊട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം പായസത്തിന്റെ കാര്യം, അത് മാത്രമല്ല അതിനു മുമ്പ് മാല മോഷണം പോയി. എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല അച്ഛാ, ഞാൻ പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് സമയത്ത് അനാമികയുടെ അച്ഛനെ വിളിച്ചോണ്ട് പോയിട്ട് ആരാണ്ടൊക്കെ കുറച്ച് ഗുണ്ടകൾ തോന്നിക്കുന്ന ആരാണ്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു മാറ്റി നിർത്തി. എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, എന്നിട്ട് നീ എന്താ ഇതൊന്നും പറയായിരുന്നേ? അല്ലാതെ പിന്നെ വെറുതെ അനിയുടെ കല്യാണം കഴിഞ്ഞു നമ്മളായിട്ട് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാന്ന് പറയാണ്. ജയൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വേണ്ട, നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഒരു കാരണവശാലും എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ? അത് ശരിയാന്ന് പറയാ. പക്ഷേങ്കിൽ അവരെല്ലാരും കൂടെ നയനയുടെ മേലെ കുറ്റം കെട്ടിവെക്കാനാ ശ്രമിക്കുന്നത്. ഈ പറയുന്ന അനാമിയാണെങ്കിലും അവളുടെ അമ്മയെ അപ്പിച്ചൊക്കെ നയനയുടെ തലയെ കുറ്റം കെട്ടിവെക്കാനാ ശ്രമിക്കണേന്ന് പറയാണ്. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, ഒരു കാരണവശാലും നയനമോൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് നമുക്കറിയാം, അതറിയാം. പക്ഷെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലോ. അവരെന്തോ നയന ചെയ്യുന്ന ഒറ്റക്കാലിൽ നിന്ന് ബാധിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയണം. അതിനുള്ള മറുപടി കൊടുത്തിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നേന്ന് പറയാം. അപ്പോഴേക്കും നയന അങ്ങോട്ട് വന്നു. നയനയുടെ കൂടെ നവ്യയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നവ്യ വന്ന് കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നിട്ട് ദേവേനെ കയറി കണ്ടിട്ടൊക്കെയാണ് നവ്യ അങ്ങോട്ട് പോകുന്നത്. ഈ സമയം നയന പറഞ്ഞു, അതെ നവ്യേച്ചി പറഞ്ഞു എന്താണെന്നറിയോ, ഞാനാണ് ഇത് ചെയ്തതെന്നൊക്കെ. ആദർശാണ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല. കാരണം എനിക്കറിയാലോ, അങ്ങനെ നിനക്ക് ചെയ്യാനാണെങ്കിൽ എമ്പണ്ടേ നിനക്ക് ചെയ്യായിരുന്നു, നീ അങ്ങനെ ചെയ്യില്ല എനിക്കറിയാന്ന് പറയാ. ജയൻ പറഞ്ഞു, വീട്ടിലുള്ള എന്താണെങ്കിലും അച്ഛനും അമ്മയെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല. പിന്നെ മറ്റു ചിലരുണ്ടല്ലോ, അവരുടെ സ്വഭാവം നേരത്തെ അറിയാവുന്നല്ലേ, അതുകൊണ്ട് മോളൊന്നും കാര്യമായിട്ട് എടുക്കണം എന്ന് പറയാണ്. നയന പറഞ്ഞു, എന്നാലും ഇത് ആരാന്ന് കണ്ടുപിടിക്കണം ആദർശേട്ടാ. കാരണം ഇന്ന് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞെന്നല്ലേ പറഞ്ഞേ, വീട്ടിൽ നിന്നൊരു ഫുഡ് കഴിക്കാൻ തന്നെ പേടിക്കണമെന്ന്. നാളെ എന്ത് വിശ്വസിച്ച് അവിടെ നിന്ന് ആഹാരം കഴിക്കും? ഇപ്പൊ ഉണ്ടാക്കി വെക്കുന്ന എനിക്കായിരിക്കും കുറ്റം വരുന്നത്, ശരിയല്ലേ? ഞാൻ ചിലപ്പോൾ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കലക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ സാധിക്കുമെന്ന് ചോദിക്കാം. ആദർശ് പറഞ്ഞു, അത് ശരിയാ നയന പറഞ്ഞേ. ചെയ്യാൻ പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുടുംബമല്ലേ, കുടുംബത്തിൽ നമ്മളിപ്പോ ആരെ സംശയിക്കാനാന്ന് ചോദിക്കണം. നമുക്ക് വ്യക്തമായ തെളിവില്ലാതെ ആരുടെ നേർക്ക് നമുക്ക് കൈ ചൂണ്ടാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അതൊക്കെ ശരിയാന്ന് പറയണം. ഈ സമയം നയനയുടെ ഫോണിലേക്ക് കനക വിളിക്കുകയാണ്. കനക വിളിച്ചിട്ട്, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം നിൽക്കുക? ഒന്നുമില്ല അമ്മയെന്ന് പറയാണ്. എന്തു പറ്റി മോളുടെ സൗണ്ട് എന്താ വല്ലായിരിക്കണെന്ന് നിൽക്കും. ഒന്നുമില്ല, കാരണം ഇത് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ദേവേന് ഹോസ്പിറ്റലാന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് കനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. അല്ല മോൾ എന്താ മിണ്ടായിരിക്കണേ? സാധാരണഗതിയിൽ ഇങ്ങനെയല്ല നയനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അവസാനം ദേവേന് ഹോസ്പിറ്റലാന്നുള്ളൊരു കാര്യം കനകയോട് പറയുവാണ്. കന വെച്ച് ദേവേനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കനക പറഞ്ഞു, ഇത് ഉറപ്പായിട്ടും വേറെ ആരും ആയിരിക്കില്ല, അത് അവരായിരിക്കും. ഒന്നെങ്കിൽ അനാമിക രേവതി ആയിരിക്കും, അല്ലെങ്കിൽ അബിയുടെ അമ്മയായിരിക്കും.
ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവയ്ക്ക് നല്ല മാറ്റം ഉണ്ടായെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ മാറ്റമൊന്നും ഉണ്ടായില്ലേ? ഒരു പക്ഷേങ്കിൽ നവ്യമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ അവൻ ഈ സ്നേഹപ്രകടനമൊക്കെ നടത്തിയത്? ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മോളെ. ഭയങ്കര സ്നേഹമായിരുന്നു നവ്യയോട് കാണിച്ചിരുന്നത്. ആ സ്നേഹം കണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഒരു പക്ഷെ ഇനി അവരാണോ ഇതിന്റെ പിന്നില്? നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണോന്ന്. ഇത് കേട്ടതും പെട്ടെന്ന് നയന പറഞ്ഞു, എനിക്ക് അറിയില്ലമ്മേന്ന് പറയാം. ഇതങ്ങനെ വെറുതെ വിടലും മോളെ. എന്താണെങ്കിലും കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യാം, പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പറയണം. പക്ഷെ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് തന്നെ നാണക്കേടല്ലെന്ന് ഓർത്ത് വെക്കേ. അനന്തപുരി പോലുള്ള ഒരു വലിയ വീട്ടിലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നറിഞ്ഞാൽ നാളെ പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം നാണക്കേടാ. അത് മുത്തശ്ശനെയും മുത്തശ്ശിനെയും ബാധിക്കുന്ന കാര്യമാണ്. അത് ശരിയാ. പക്ഷെ എന്നും പറഞ്ഞോണ്ട് ഇതിങ്ങനെ അനുവദിച്ചു കൊടുത്തുകൂടാ. കാരണം നാളെ വേറെന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാന്ന് പറയാ. അത് ശരിയാ. അല്ല ആദർശ് മോൻ എന്ത് പറഞ്ഞു? ആദർശണ്ണ ആ പാ ടെൻഷനില്ല. എന്നിട്ടിപ്പം ദേവേനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. ഇങ്ങനെ കിടക്കുന്ന 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വരുമെന്നാ പറഞ്ഞേ. അത് കഴിഞ്ഞാലും അങ്ങനെയൊന്നും പറയാറായില്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെ എപ്പോഴും കിടക്കുന്നതെന്ന് പറയണം. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങൾ നമ്മളുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയിട്ട് അയ്യപ്പസ്വാമി കൊടുത്ത പണിയാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ്. അങ്ങനെയൊന്നും പറയല്ലമ്മേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പറയാതിരിക്കാൻ പറ്റത്തില്ലോ. അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗോവിന്ദനോട് പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങോട്ട് വരാന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുക. പിന്നീട് കനക നേരെ ഗോവിന്ദന്റെ അടുത്തേക്ക് ഇല്ലാണ്. അപ്പോഴേക്കും നന്ദും കൂടെ അങ്ങോട്ട് വന്നു. ഈ കാര്യങ്ങളൊക്കെ പറയാ. ഇത് കേട്ടോണ്ട് നന്ദു പറഞ്ഞു, എങ്കിൽ മിക്കവാറും ഇത് ആ അനാമികയോ അല്ലെങ്കിൽ അനാമികയുടെ അമ്മയായിരിക്കും. അല്ലെ പിന്നെ ആ അഭിയേട്ടൻ്റെ അമ്മയോ അങ്ങനെ അല്ലോ ആയിരിക്കും ചെയ്തതെന്ന് പറയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഹണിമൂൺ ട്രിപ്പ് മുടക്കാനായിട്ട് ചെയ്തതല്ലേ, അപ്പൊ ദൈവമായിട്ട് കൊടുത്ത ശിക്ഷയാന്ന് പറയാണ്. ഇത്തരം ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെ ഒരു പറയരുത് മോളെ നീന്ന് പറയണം. പിന്നെ എങ്ങനെ പറയാതെ? എനിക്ക് എന്താണോ ഇഷ്ടപ്പെട്ടു. അവർക്കൊട്ടൊരു തിരിച്ചടി ആവശ്യമായിരുന്നു. എന്തൊരു അഹങ്കാരമായിരുന്നു അവർക്ക്. ചേച്ചിയുടെ പുച്ഛ ഭാവമല്ലായിരുന്നു. ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അല്ല, ഒരു മനുഷ്യ ഒരു വയ്യായിക വരുമ്പോഴാണ് നന്ദു നീ ഇങ്ങനെ പറയണെന്ന് ഗോവിന്ദൻ ചോദിക്കുക. പറയാൻ പാടില്ലാത്ത അച്ഛാ, പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും. കാരണം അതുപോലത്തെ പ്രവർത്തികളൊക്കെയല്ലേ അവർ ചെയ്യുന്നേ. ഇത്രയും നാളായിട്ടും ചേച്ചിയുടെ മരുമോളായിട്ടൊന്ന് അംഗീകരിച്ചോ? ചേച്ചിയുടെ നല്ല വർത്താനം പറഞ്ഞോ? എന്നിട്ടോ ഇപ്പൊ അവർക്ക് ദൈവമായിട്ട് കൊടുത്ത ശിക്ഷയാന്ന് പറയണം. നമ്മളെല്ലാരും കണ്ണുകെട്ടാ, പക്ഷെ ദൈവത്തിന് മുന്നിൽ കണ്ണുകെട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. പിന്നീട് കന പറഞ്ഞ ഇതറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകണ്ടേന്ന് ചോദിക്കണം. ഗോവിന്ദൻ പറഞ്ഞു, ശരിയാ, പോകാതിരിക്കാൻ പറ്റില്ലോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയണം. ഈ സമയം വേണു എന്ത് ചെയ്യാണ്? രേവതിനെ അനാമിയനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്ന് വേണു വന്നിട്ട് പറഞ്ഞു, അതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല, ആർക്കും ഇതിലായിട്ട് സംശയങ്ങളും തോന്നിയിട്ടില്ലാന്ന് തോന്നേ. കാരണം ഞങ്ങൾ വിദഗ്ധമായിട്ടല്ലേ ഓരോ കാര്യങ്ങൾ അവളുടെ തലയെ കെട്ടിവെച്ചോണ്ടിരിക്കണേ. അവളാന്നുള്ള രീതിക്ക് ഞങ്ങൾ വരുത്തി തീർത്തോണ്ടിരിക്കുവെന്ന് പറയണേ. അതെ, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ദേവേനച്ചിക്ക് ബോധം വീണ് കഴിയുമ്പോൾ ദേവേനച്ചിന്റെ മനസ്സിലേക്ക് എരിപൊരി അങ്ങോട്ട് കയറ്റി വിടണം. നല്ല രീതിയിൽ തന്നെ വിഷം കുത്തി നിറയ്ക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നയനയ്ക്കും നവിക്കും ഒരു സമാധാനം കിട്ടില്ല. നയനയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. അവളാണ് വിഷം കലക്കി കൊടുത്തേന്ന് അങ്ങോട്ട് വരുത്തി തീർക്കണം. അങ്ങനെ ചെയ്യണമെന്ന് പറയാണ്. ഇത് കേട്ടതും അനാമ പറഞ്ഞു, ആ കാര്യം ഏറ്റു. എന്നാണെങ്കിലും ഇന്ന് പോകാൻ പറ്റില്ലല്ലോ. ശരിക്കും ആളൊന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, ഒന്ന് സംസാരിക്കാറായിട്ട്. അല്ലാതെ പോയിട്ട് കാര്യമില്ല അച്ഛാന്ന് പറയണം. അത് ശരിയാ, പിന്നെ ഒരു കാരണവശാലും ആരും അറിയരുത് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയണം. അപ്പോഴേക്കും മൂർത്തി മുത്തച്ഛൻ അങ്ങോട്ട് വന്നു. ആഹാ വേണു, എന്താ വിശേഷിച്ച? അല്ല പിന്നെ ഇവിടെ ഇങ്ങനെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. അതുകൊണ്ടൊന്നും വന്നാന്ന് പറയാണ്. എന്തൊക്കെയാ മൂർത്തി സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും കൂടെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. ഇത്രയും വലിയൊരു കുടുംബത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പായസം എനിക്ക് തന്നു. ആ പായസത്തിനകത്ത് എന്തോ കലക്കിയിട്ടുണ്ട്. അത് കുടിച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് നട്ടോട്ട് ഓടിയതാ. അന്നേ ഞാൻ പറഞ്ഞ കാര്യം മോളോട് ഇവിടെ നിൽക്കേണ്ട, അങ്ങോട്ട് വരാനായിട്ട്. എന്ത് ചെയ്യാനാ, മോൾക്ക് ഇവിടെ നിന്നാ മതിയെന്ന് ഒരേ വാശി. ഇത് കേട്ടതും മൂർത്തിമുത്തച്ഛൻ പറഞ്ഞു, ഞാനത് അവരോട് പറഞ്ഞാ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കൊള്ളാനായിട്ട് എന്ന് പറഞ്ഞാന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. വേണുവല്ല ദൈവമേ, ഇനിയിപ്പോ ഇങ്ങനെങ്ങാനും ഇറക്കി വിടുവോ എന്നൊരു ചിന്തയുണ്ടായി. അല്ല അത് പിന്നെ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല കാരണം ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. പക്ഷേങ്കില് ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ. ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാന്നൊക്കെ പറയണം. വേണുവിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങളുടെ അവസ്ഥയോ, ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ കഴിയുന്നവരാ. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പറയണം. ഒരു പക്ഷെ എന്റെ മോൾ ഇങ്ങോട്ട് വന്നേക്കുന്ന ഇവിടുത്തെ വേറെ മരുമക്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഒരു പക്ഷെ മോൾക്ക് വേണ്ടി ഓരോ പണികൾ കൊടുക്കുന്നതായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതെ ഇവിടേക്ക് കയറി വന്ന മരുമക്കളൊന്നും അങ്ങനെ ചെയ്യുന്നവരൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ട് തന്നെ അനാമിക പറഞ്ഞു, അത് മുത്തശ്ശിക്ക് വെറും തോന്നല് മാത്രമല്ലെന്ന് ചോദിക്കുക. എന്നെ പലപ്പോഴും ആ നവ്യാടുത്തി വെല്ലുവിളിച്ചിട്ടുണ്ടെന്ന് പറയണം ഓരോ കാര്യത്തിനും. ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതെ വെറുതെ ഒന്നും ആയിരിക്കില്ല, എന്തേലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നവ്യയുടെ സ്വഭാവം അറിയാലോ. നവ്യ അങ്ങോട്ട് എന്തേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതേപടി തന്നെ കൊടുക്കുന്ന ആളാ. നയനമോളെ പോലെയല്ല. നയനമോള് പിന്നെ മിണ്ടാതിരിക്കും. പക്ഷെ നവ്യ അങ്ങനെയല്ല, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയണമെന്ന് പറയണം. ഇത് കേട്ടിട്ട്
അനാമയ്ക്കും രേവതിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒന്നും പറയാൻ പറ്റില്ല തിരിച്ച്. പിന്നീട് വേണു ഇച്ചിരി സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അങ്ങോട്ട് പോണേ. അപ്പോഴേക്കും അനി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അനിയോട് മുത്തശ്ശൻ ചോദിച്ചു, അല്ല മോനെ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കണം. ഞാൻ ഹോസ്പിറ്റൽ വരെ പോവാന്ന് പറയണം. ശരി പോയിട്ട് വരാൻ പറയണം. ഞാൻ പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം മുത്തശ്ശ. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശി ഇപ്പത്തേനും വരണ്ടാന്ന് പറയണം. അങ്ങനെ അനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹോസ്പിറ്റലിലേക്ക് എന്നപ്പത്തേനും ആദർശം കൊണ്ട് വന്നു. അല്ല എങ്ങനെയുണ്ട് ആദർശേട്ടാ, ഇപ്പം വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഈ കിടപ്പ് എന്നെ കിടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞേ. എന്നാലും എനിക്ക് സംശയം അതെങ്ങനെയാ അത് ഉള്ളിൽ ചെന്നാ എന്ന് പറയണം. ഇത് കേട്ടതും അനി പറഞ്ഞു, എനിക്കും പല സംശയങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ആദർശേട്ടാ. നമ്മൾക്കിപ്പോൾ തെളിവില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ആരും കുറ്റപ്പെടുത്താനും പറ്റില്ലെന്ന് പറയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇത് എന്റെ ഭാര്യ എന്ന് പറയുന്നതോടും അവളുടെ അമ്മയെല്ലാം ചേർന്നിട്ട് ഇതേ നയനേടത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നയനേടത്തി എന്തോ വലിയ തെറ്റ് എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, അതെനിക്കും മനസ്സിലായ കാര്യമാണ്, അതിനുള്ള മറുപടി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. പിന്നീട് അവൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സുഖമായ മതിയായിരുന്നു വല്യമ്മയ്ക്ക്. അതിന് ശേഷം ദേവേനെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. ദേവേനയുടെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിപ്പോയി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും വഴക്ക് പറയുന്നെങ്കിലും ആദർശനെപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് വല്യമ്മയ്ക്ക്. അത് ചെറുതിലേ മുതൽ അങ്ങനെയായിരുന്നു. അബിയോട് ആ സ്നേഹമില്ല, കാരണം അബിയുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. പക്ഷെ തന്നോട് അങ്ങനെയല്ല, ആദർശനെ പോലെ തന്നെ സ്നേഹിക്കുന്നത്. ആ വല്യമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എനിക്കാണേലും സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും ആയിരുന്നില്ല. പിന്നീട് കണ്ടിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വെല്ലിച്ചൻ വേണേ വീട്ടിലേക്ക് പൊക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ നിന്നോളാന്ന് പറയണേ. തീട്ടപ്പം ജയൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാനും ആദർശം നയനെ നിന്നോളാം, നീ വീട്ടിലേക്ക് പൊക്കോ. വീട്ടിലും ആരിലേക്ക് വേണ്ടേ, ഈ പറഞ്ഞാലും അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അബിയുടെ കാര്യം അറിയാലോ എന്ന് പറയണം. അങ്ങനെ അനി കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ട് അനി വീട്ടിലേക്ക് പോവാണ്. ഈ സമയം നവ്യ ഹാളിലേക്ക് വരുവാണ്. അപ്പോഴേക്കും അനാമിയെ രേവതിയും കൂടെ കുശുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നവ്യനെ കണ്ടെന്ന് പറഞ്ഞു, കണ്ടില്ലേ ഇവിടുത്തെ ദേവേനേച്ച കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് ഓരോരുത്തിമാരൊക്കെ അണിഞ്ഞൊരുക്കി നടക്കുന്ന നടപ്പ് കണ്ടോന്ന് പറയണം. ഇത് കേട്ട നവ്യക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നവ്യ പറഞ്ഞു, ചൊറിയുന്ന വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ, ഞാൻ പ്രായമൊന്നും നോക്കത്തില്ല, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരുമെന്ന് പറയണം. ആരാർക്കിട്ട ചെയ്തെന്നൊക്കെ നന്നായിട്ട് അറിയാന്ന് പറയണം. ഇത് കേട്ട് അനാമികൾ, നീ എന്ത് ചെയ്യുന്നു ചോദിക്കുക, എന്ത് ചെയ്യുന്നു വന്ന് കാണിച്ചു ഇങ്ങോട്ട് വന്നു നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറയാണ്. എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണോ ഈ പണിയൊക്കെ നടത്തിയെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമികൾ, നീ എന്താടി പറഞ്ഞേ, എന്താടീന്നോ, രാവിലെ അപ്പം മുത്തച്ഛൻ്റെ കേട്ടത് പോരല്ലേ, എടി പോടിന്നൊക്കെ നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി, പറഞ്ഞു കേട്ടല്ലോ. ഇതേ ആള് മാറിയാന്ന് പറയാണ്. രേവതി പറഞ്ഞു, എന്റെ പൊന്നുമോളെ, ഇവളോടൊക്കെ പറയുന്നേക്കാളും ഭേദം പറയാതിരിക്കുന്നാന്ന് പറയാണ്. ആ സമയത്താണ് മുത്തച്ഛൻ അങ്ങോട്ട് വരുന്നത്. മുത്തച്ഛൻ വന്നിട്ട്, എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. നല്ല മുത്തച്ഛ, ഇവിടെ കാണിച്ചു കൂട്ടിയതും പോരാഞ്ഞിട്ട് എന്നെ ഭരിക്കാനൊക്കെ വരുവാന്ന് പറയാണ്. ഇത് കേട്ട് മുത്തച്ഛനെ കുറെ സമയമായിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു. കാരണം മുത്തച്ഛന് സഹിക്കാൻ പറ്റിയില്ല. എന്ത് പറഞ്ഞാലും നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇവര് സംസാരിക്കുന്നത്. നയന എന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നവ്യ എന്തോ തെറ്റ് ചെയ്യുന്ന രീതിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തച്ഛൻ പറഞ്ഞു, ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞാലും രാവിലെ ഇവിടെ നിൽക്കാൻ പറ്റുന്നവരൊക്കെ നിന്നാൽ മതി, അല്ലാത്തവർക്കൊക്കെ പോവാന്ന്. അത് മാത്രമല്ല അനാമയ്ക്ക് ഞാനൊരു വാണിംഗ് തരുകയും ചെയ്താ, എടി പൊടി എന്നുള്ള സംസാരം വേണ്ടെന്ന്. നിനക്ക് ഇതൊക്കെ അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ ഈ സെക്കൻഡിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണെന്ന് പറയാം. ഇവിടെ ആരെ പിടിച്ചു നിർത്തണമെന്ന് എനിക്കൊന്നും നിർബന്ധമില്ല. ഇത്ര ദിവസം മര്യാദയുടെ ഭാഷയിലായിരുന്നു, വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന, ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് ഓർത്തോണ്ട് കുടുംബം അല്ലേന്ന് ഓർത്ത് പോയിക്കൊണ്ടിരിക്കുന്നതോറും ഈ കുടുംബത്തെ പിരിക്കാനാണോ നിങ്ങൾ ശ്രമിക്കണേന്ന് ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞെടുക്കണം, അല്ലാതെ അവിടെ ഇവിടെ വെച്ച് കുശുകുശിക്കോ അങ്ങനത്തെ ഇതൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് പറയണം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല മൂർത്തി സാറേ എന്ന് പറയാണ്. അല്ല ഞങ്ങള് മറ്റൊന്നും അല്ല നവിയോട് പറഞ്ഞത്, ഇവരായിരിക്കും ഇങ്ങനത്തെ പരിപാടി ചെയ്തത്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയാം. അതിന് നിങ്ങളോട് ഇവിടെ ജീവിക്കണം എന്ന് ആര് പറഞ്ഞു? അനാമികനെ ഇവിടെ കല്യാണം കഴിച്ചോണ്ടെന്ന് ഓർത്തോണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലോ, നീക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വിലയെന്ന് ചോദിക്കുക. മുഖത്ത് അടിയല്ലേ ഏറ്റവും വലിയ പേര് രേവതിക്ക്. രേവതി അത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് കേട്ടിപ്പോ അനാമി പറഞ്ഞു, ഇതെന്റെ അമ്മയാണ്, എന്റെ അടുത്ത് വന്ന് നിന്നോർത്ത് എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെ, പക്ഷേങ്കിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടേത് രീതിക്ക് നിൽക്കണം, അല്ലാതെ വേറുള്ളവരെ ഭരിക്കാനായിട്ട് ചെല്ലല്ലെന്ന് പറയാണ്. ഇവർക്ക് ഇവിടെ ആരും ഭരിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. ഓഹോ അങ്ങനെയാ. പെട്ടെന്ന് അനാമിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അനായി മുത്തശ്ശനെതിരെ എതിർത്ത് അങ്ങോട്ട് സംസാരിക്കുകയാണ്. ഇത് കേട്ടാൻ രേവതി പറഞ്ഞു, വേണ്ട മോളെ എന്നൊക്കെ തടയുന്നുണ്ട്. പക്ഷേങ്കിൽ അനാമിക്ക് ഇഷ്ടപ്പെട്ടില്ല. അനാമി പറഞ്ഞു, അതെ ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറയാം, എന്നൊരു കാര്യം ചെയ്യാം, നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ ഇറങ്ങിക്കോളാൻ പറയണം. ബുദ്ധിമുട്ടുള്ള ആരും ഇവിടെ നിൽക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. എന്താണെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നുണ്ട്, ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാന്ന് പറയണം. ഇത് കേട്ടതും അനാമിക രേവതിയെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ബാമ്മേ ഇനി ഇവിടെ നാണം കിട്ട് നിൽക്കണ്ടെന്ന് പറയണം എന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, മോളെ നീ പോവല്ലെന്നൊക്കെ പറയണം. പക്ഷെ അതൊന്നും കേൾക്കാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.